ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ 10 ക്വസ്റ്റ്യൻ നോക്കിയാലോ? അപ്പോൾ എല്ലാവരെയും ASCC മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. A ഈക്വൽ ടു ഡിവിഷൻ, B പ്ലസ് C മൈനസ് D മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. 15 D ആണ്. അപ്പം D എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞേക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പം D എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. 2 B എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്ലസ്. അപ്പോൾ പ്ലസ് 14. A എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിവിഷൻ. അപ്പം ഡിവൈഡഡ് ബൈ 7. C എന്ന് പറഞ്ഞാൽ എന്തുവാ? മൈനസ്. അപ്പം മൈനസ് പിന്നെ കാണുന്നത് 10. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് എയും ബിയും സിയും ഡിയും മാറ്റുക. എന്നിട്ട് ബോട്ട്മാസ് റൂൾ ഫോളോ ചെയ്യുക. ബോട്ട്മാസ്, അതായത് ഇച്ചിരി സ്പേസ് ആയി പോയ സാരമില്ല. ബ്രാക്കറ്റ് ഓഫ്, ഇത് രണ്ടും നമ്മുടെ ചോദ്യത്തിനില്ല, അത് വെട്ടിക്കളഞ്ഞേക്കാം. പിന്നുള്ളത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഡിവിഷൻ, ഇതുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നിൽക്കുന്നത്, അതുകൂടെ നമുക്ക് കൂട്ടത്തിൽ ചെയ്തു പോകാം. അപ്പോൾ ഡിവിഷൻ അതുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നിൽക്കുന്നതെങ്കിൽ അതുകൂടെ ചെയ്യാം. അതായത് 15 × 2 30 എഴുതാം. പ്ലസ് 14/7, 14നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 അല്ലേ? മൈനസ് 10. ഓക്കെ, പിന്നെ നമുക്ക് അഡീഷൻ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 30ഉം 2 കൂടെ ആഡ് ചെയ്യാം, 32. 32ൽ നിന്ന് 10 പോയാൽ നമുക്ക് എത്ര കിട്ടും? 22 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഓപ്ഷൻ സി ഉത്തരം. ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. 25,000 രൂപ മുടക്കി 500 കിലോഗ്രാം അരി വാങ്ങി. 900 രൂപ ഇറക്കുകൂലിയും 1500 രൂപ വാഹനക്കൂലിയും ചിലവായി. 300 രൂപ ലാഭം കിട്ടണമെങ്കിൽ 1 കിലോ അരി എത്ര രൂപയ്ക്ക് വിൽക്കണം? നോക്കാം. 25,000 രൂപ മുടക്കി 500 കിലോ അരി വാങ്ങി. അപ്പോൾ 25,000 രൂപയാണ് 500 കിലോ അരിക്ക് നമുക്ക് ചെലവായതിൽ ഒരെണ്ണം. 25,000 രൂപ 500 കിലോ അരി വാങ്ങി. പക്ഷെ അത് മാത്രമല്ല ചെലവ്, കുറച്ച് ചെലവും കൂടെ അതിനുണ്ടായിട്ടുണ്ട്. 900 രൂപ ഇറക്കുകൂലിയായി. അപ്പോൾ അതിനകത്ത് 900 രൂപയും കൂടെ ആഡ് ചെയ്യും അതിൻ്റെ കോസ്റ്റിനകത്ത്. അതായത് ആ അരിയുടെ കോസ്റ്റിനകത്ത് 900 കൂടെ ആഡ് ചെയ്യും. തീർന്നില്ല, 1500 രൂപ വാഹനക്കൂലിയായി. അപ്പോൾ അതും അതിൻ്റെ ചിലവിനത്തിൽ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ ചേരുന്നതാ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 25,000, 900, 1500, ഇത് മൂന്നോടെ ആഡ് ചെയ്യണം. 0, 0, 9, 5, 14, 1, 5, 1, 6, 1, 7, 2. അതായത് 27,400 രൂപയാണ് നമുക്ക് മൊത്തത്തിൽ ചെലവ് വന്നത്. എത്ര കിലോ അരിക്ക്? 500 കിലോ അരിക്ക്. ഇനി അടുത്തത്, അത് വിൽക്കുന്നത് 300 രൂപ ലാഭത്തിലാണ്. ഇപ്പൊ 300 രൂപ ലാഭം കിട്ടണം, അങ്ങനെയാണ്ട് പറയുന്നുണ്ട് അല്ലേ? 300 രൂപ ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ 300 രൂപ കൂടെ ചേർത്ത് വിറ്റാൽ മതി. നമുക്ക് മൊത്തം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 27,400 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാഭം 300 വേണമെങ്കിൽ അപ്പൊ ആ 300 കൂടെ ചേർത്ത് സെല്ലിംഗ് പ്രൈസ് ആക്കണം, സെല്ല് ചെയ്യപ്പെടണം. അപ്പൊ അത് എത്ര ആയിട്ടും? 27,400നോടൊപ്പം 300 കൂടെ കൂട്ടിയാൽ 27,700 എന്ന് വരും. ഓക്കെ, ഈ 500 കിലോ അരിയുടെയാ കോസ്റ്റ് സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ 500 കിലോ അരി ഇത്രയും ചെലവാക്കി വാങ്ങിച്ച് 300 രൂപ ലാഭം കിട്ടണമെങ്കിൽ 300 രൂപയും കൂടെ ചേർത്ത് വിൽക്കണം. അപ്പൊ 500 കിലോ അരിയുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ആണിത്. ഇനി നമുക്ക് വേണ്ടുന്നത് 1 കിലോ അരി എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. അപ്പൊ 1 കിലോ അരിയുടെ പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ ആലോചിച്ച് നോക്ക്. സെല്ലിംഗ് പ്രൈസ് പിടിക്കാം. 500 കിലോ അരിക്ക് 27,700 ആണെങ്കിൽ 27,700 ആണെങ്കിൽ 500 കിലോ അരിക്ക് 27,700 ഡിവൈഡ് ബൈ 500 അല്ലേ? 500 കൊണ്ട് ഹരിച്ചാൽ പോരെ? 500 കിലോ അരിക്ക് 27,700 രൂപയ്ക്ക് വിൽക്കുന്നെങ്കിൽ 1 കിലോ അരി വിൽക്കുന്നത് 27,700 ബൈ 500 അടിച്ചാൽ മതി. ഈ 2 0 2 0 കട്ട് ചെയ്ത് പോയി 277നെ 5 കൊണ്ട് ഹരിക്കപ്പോൾ ഉത്തരം 5 25, ബാക്കി 2 7, 5 25, ബാക്കി 2.04, 55.4. ഇതാ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഓപ്ഷൻ ഡി ഉത്തരം. ഓക്കെ, 5 4 20, ബാക്കി 0 കിട്ടും. അത് ചെയ്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. അപ്പോൾ മൊത്തം ചെലവിനോടൊപ്പം ലാഭം കൂട്ടുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടും. ആ സെല്ലിംഗ് പ്രൈസിനെ, അതായത് മൊത്തം 500 കിലോ അരി സെല്ലിംഗ് പ്രൈസ്, 500 കിലോ അരി സെല്ല് ചെയ്യുന്ന പ്രൈസാണ് 77,700. അതിനെ 500 ആയിട്ട് ഹരിച്ചാൽ നമുക്ക് 1 കിലോ അരി സെല്ല് ചെയ്യുന്ന പ്രൈസ് കിട്ടും. കിട്ടിയിരിക്കുന്നു എത്ര? 55.4 രൂപ. ഓക്കെ, ഓപ്ഷൻ ഡി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം.
ഒരു ക്ലോക്കിലെ 1, 4, 8 ചേർന്ന് ഒരു ത്രികോണം നിർമ്മിച്ചാൽ ത്രികോണത്തിലെ 3 കോണുകൾ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു ക്ലോക്ക്, ഇപ്പൊ നമ്മളൊരു ക്ലോക്ക് അങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഇത് 12, ഇത് 6, ഇത് 3, ഇത് 9, ഇത് 10, ഇത് 11, ഇത് 1, ഇത് 2, ഇത് 4, ഇത് 5, ഇത് 7, ഇത് 8. എന്നിട്ട് 1 ഒരു ത്രികോണം, ഒരു ക്ലോക്കിലെ 1, 4, 8 ഇവ യോജിപ്പിച്ചുകൊണ്ട് ഒരു ത്രികോണം വരച്ച്. ഈ ത്രികോണത്തിലെ കോണുകൾ എത്ര എന്നാണ് ചോദ്യം. നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഒരു ക്ലോക്കിലെ 2 സംഖ്യകൾക്കിടയിൽ എപ്പോഴും 30 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഒരു ക്ലോക്കിലെ 2 സംഖ്യകൾക്കിടയിലുള്ള ഈ ഒരു ആംഗിൾ എത്ര എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ്. നിങ്ങൾ ആദ്യം ഈ ത്രികോണത്തിന്റെ ഒരു സൈഡ് എടുക്കുക, ഒരു സൈഡ്. ആ സൈഡിനോട് ചേർന്ന് എത്ര 30 ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4. അപ്പൊ ഈ 4 30കൾ അങ്ങ് ആഡ് ചെയ്യാം. 4 30 ആഡ് ചെയ്യാന്ന് വെച്ചാൽ 30, 30, 60, 30, 90, 30, 120. അല്ലെങ്കിൽ 4 × 30 ചെയ്താൽ മതി. 4 × 30 എത്ര? 120. ഈ 120ന്റെ പകുതി ആയിരിക്കും ഈ വശത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ കോണിന്റെ അളവ്. അതായത് 120ന്റെ പകുതി എത്ര? 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ 120ന്റെ പകുതി എടുക്കുക, 60. അതായിരിക്കും ഇവിടെ കാണുന്ന കോണിന്റെ അളവ്, 60 ഡിഗ്രി. ഇപ്പൊ ഓപ്ഷനിൽ 60 ഉള്ളത് മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. മീൻസ് ഇതും തൽക്കാലം വെട്ടാം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 60, 40, 100, 100, 70, 170. പിന്നെ ഈ 5 കൂടെ ചേർന്ന് 175 ഇതിന്റെ സം വരത്തുള്ളൂ. ഇതും വെട്ടാം. അപ്പൊ പിന്നെ ഇത് തന്നെ ഉത്തരം. ഓക്കെ, ശുഭം. പരിപാടി കഴിഞ്ഞ് ഓപ്ഷൻ എ ആണ് ഉത്തരം. കാരണം ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടപ്പം 180 വരണം. ഇവിടെ നിങ്ങൾ നോക്കുക, 60, 40, 100, 100, 70, 170. ഈ 40 നമ്മൾ എടുത്തോളൂ, 45 5 കൂടെ ചേർന്ന് 175 ഇതിന്റെ സം വരത്തുള്ളൂ. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ 175 കിട്ടണം 180 കിട്ടണം കൂട്ടപ്പം. ഇവിടെ 175 കിട്ടിയുള്ളൂ. അപ്പൊ അത് ഉത്തരമല്ല. ഇത് 3 ആൾറെഡി ഔട്ടായി, ഇത് 2 ആൾറെഡി ഔട്ടായി. ഇത് തുക 180 അല്ലാത്തതുകൊണ്ട് അതും ഔട്ടായി. അപ്പൊ ഇത് തന്നെ ഉത്തരം. 75, 45, 120, 60, 150. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തതും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഈ വശം നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ എത്ര 30 ഉണ്ട്? 1, 2, 3. 1, 2, 3. അങ്ങനെ 3 × 30 അവിടെ എത്ര വരും? 90 വരും. ആ 90ന്റെ പകുതി എടുക്കണം. 90ന്റെ പകുതി എത്ര? 45. അതായിരിക്കും ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണിന്റെ അളവ്. അപ്പൊ അടുത്ത ആംഗിൾ 45 ആയിരിക്കും. അപ്പൊ 60 കിട്ടി, 45 കിട്ടി. ഇനി അടുത്ത ആൾ 75 ആയിരിക്കുമല്ലോ. ചെക്ക് ചെയ്യാം. ഈ ത്രികോണം ഈ വശം നമ്മൾ എടുക്കണം, ഈ മൂന്നാമത്തെ വശം. അതിന്റെ സമീപത്ത് 1, 2, 3, 4, 5. അപ്പൊ 5 × ഓരോ ഗ്യാപ്പും 30 ഡിഗ്രിയാണ്. അപ്പൊ 5 × 30 150 ഡിഗ്രി. ആ 150ന്റെ പകുതി എത്ര? 75 ഡിഗ്രി. ആ 75 ഡിഗ്രി ആയിരിക്കും ഈ വശത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ കോണിന്റെ അളവ്. അപ്പൊ മൂന്നാമത്തെ ആംഗിളും കിട്ടി, 75 ഡിഗ്രി. അപ്പൊ ഓപ്ഷൻ എ ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, 5ന്റെ ക്യൂബ് × 5 × √5 ഹോൾ ഡിവൈഡ് ബൈ 5 - 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 a + 3 ആയാൽ എയുടെ വില നോക്കാം. 5ന്റെ ക്യൂബ് × 5 × √5 ഹോൾ ഡിവൈഡ് ബൈ, ഈ ബ്രാക്കറ്റ് ഇട്ട് ഹോൾ ഡിവൈഡ് ബൈ. അതിനെ നമുക്ക് തൽക്കാലം ഒന്നിങ്ങനെ എഴുതാം. ഈ ഡിവിഷന് പകരം ഹോൾ ഡിവൈഡ് ബൈ എന്നിട്ട് 5 - 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 a + 3 എന്ന് അവർ തന്നേക്കുന്നത്. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 1/a⁻n എന്ന് പറഞ്ഞാൽ നമുക്ക് a⁻n എന്ന് എഴുതാം. 1/, അതായത് താഴെ ഒരു സംഖ്യയുടെ പവറിൽ നെഗറ്റീവ് ഉണ്ട്, അതിനെ അങ്ങ് മേളിലോട്ട് കയറ്റി എഴുതി ആ നെഗറ്റീവ് കളയാം. അപ്പൊ ഈ സംഖ്യയെ നമുക്ക് മേളിലോട്ട് കയറ്റി എഴുതി നെഗറ്റീവ് അങ്ങ് കളയാം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ. ഇവിടെ ഒരു 5ന്റെ ക്യൂബ് ഉണ്ട്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇൻറ്റു ഇവിടെ ഒരു 5 ഉണ്ട്, അതിന്റെ പവർ അന്വേഷിച്ചാൽ 1 ആണ്. ഏത് സംഖ്യയുടെ പവറായിട്ട് 1 എഴുതാം നമുക്ക്. √5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, √n എന്ന് പറഞ്ഞാൽ √1/2 ആണ്. ഇനി ഡിവൈഡഡ് ബൈ 5 - 7/2, അതിനെ നമുക്ക് 5 - 7/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്ത് എന്തുകൊണ്ട്? 5 a + 3. ഓക്കെ, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5. അങ്ങനെ ഒരു 5 എഴുതിയിട്ട് നമുക്ക് ഈ പവർ എല്ലാം കൂടെ ആഡ് ചെയ്യാം. അതായത് ഈ റൂൾ അതിനകത്ത് ഉപയോഗിക്കുന്ന a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ്. ഓക്കെ, ഈ പവർ എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യാം.
അതായത് 3 പ്ലസ് 1 പ്ലസ് ഹാഫ് പ്ലസ് 7/2. ദാരിസികളുടെ അപ്പുറത്ത് എന്തുണ്ട്? 5⁻A+3. നമുക്കിത് ആഡ് ചെയ്താലോ? 3 ഒന്നുകൂടെ കൂട്ടിയാൽ 4 കിട്ടും. പ്ലസ് ഇവിടെ കണ്ടോ ഡിനോമിനേറ്റർ സെയിമാ. ഈ ഫ്രാക്ഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിമാ. അപ്പൊ ഒറ്റ ഡിനോമിനേറ്റർ എഴുതാം. എന്നിട്ട് 1 + 7 ചെയ്താൽ മതി 8. അല്ല തന്നെ 7/2 അര. 7/2 അര. ഓക്കെ, 7/2 3.5. അരയും കൂടെ ചേർപ്പോൾ 4 ആവും. അത് നമുക്ക് ഇവിടെയും കിട്ടും. 8/2 4 അല്ലേ? അപ്പൊ 4 + 4 എത്ര കിട്ടും? 8. അതായത് നമുക്ക് 5 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യപ്പോൾ 8 കിട്ടും. അങ്ങനെ 8 കിട്ടിയെന്ന് ഒന്നുകൂടെ നോക്ക്. ഈ 7 ഒന്നുകൂടെ 8. 8/2 4. 4 1 5. 5 3 8. അപ്പൊ 5/8 എന്ന് പറയുന്നത് 5⁻A+3 ആണ്. ഇവിടെ കണ്ടോ 5ന്റെ പവർ 8, ഇവിടെ 5ന്റെ പവർ A+3 രണ്ടും സെയിം. അപ്പൊ ബേസ് സെയിം ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ പവറും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ പവർ ഇവിടുത്തെ 8ഉം അവിടുത്തെ A+3 കൂടി കെറ്റ് ചെയ്യാം. ഈ 3നെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ 8 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു A. 8 ന് 3 പോയാൽ എത്ര? 5 ദാറ്റ് ഈസ് ഈക്വൽ ടു A. അങ്ങനെ എയുടെ വില നമുക്ക് 5 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഓപ്ഷൻ ബി ഉത്തരം. 5ാമത്തെ ക്വസ്റ്റ്യൻ 4, 15, 6, 12, 8, 7, 10 ഡാഷ് സീരീസ് ആണ്. നമുക്കൊന്ന് നോക്കാം. 4 പിന്നെ കൂടുവാണ് 15, പിന്നെ കുറഞ്ഞ് 6, പിന്നെ 12 കൂടി, പിന്നെ കുറഞ്ഞ്, പിന്നെയും കുറഞ്ഞ്, പിന്നെ കൂടി. ഒരു ഡിസോർഡർ ആയിട്ട് കൂടി കുറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്നത് നിങ്ങൾ ആൾട്ടർനേറ്റ് സംഖ്യ നോക്കണം കേട്ടോ. അതായത് 4 6 ആവുന്നു, 6 8 ആവുന്നു, 8 10 ആവുന്നു. അപ്പൊ 4 6 ആവുമെന്ന് പറഞ്ഞാൽ 2 കൂടി, 6 8 ആവുമെന്ന് വെച്ചാലും 2 കൂടി, 8 10 ആവുമെന്ന് വെച്ചാലും 2 കൂടി. അപ്പൊ 10 12 ആവണം. പക്ഷെ അതല്ല നമുക്ക് കണ്ടെത്തേണ്ടത്. ശരിയല്ലേ? ഓക്കെ, അതല്ലല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത്. അടുത്ത ആൾട്ടർനേറ്റീവ് ഫോം, അടുത്ത നമ്പേഴ്സ് നോക്കണം. 15 12 ആയി, കുറയുക ചെയ്ത്. എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. 12 7 ആയി, എത്ര കുറഞ്ഞു? 5 കുറഞ്ഞു. അപ്പൊ 3 കുറഞ്ഞ് 5 കുറഞ്ഞു. അപ്പൊ കൂടിക്കൊണ്ടിരിക്കുക കുറയുന്ന നമ്പർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അടുത്ത് 7 കുറയണം. 3 കുറഞ്ഞ് 5 കുറഞ്ഞ് 7 കുറയട്ടെ. 3 കുറഞ്ഞ് 5 കുറഞ്ഞ് ഇനി 7 കുറയട്ടെ. ഓക്കെ, അപ്പൊ 7 ന്ന് 7 കുറഞ്ഞാൽ 0. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാദിക്കാവുന്നതാണ്. ഉണ്ട് ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ഉത്തരം. ക്ലിയർ അല്ലേ? 6ാമത്തെ ക്വസ്റ്റ്യൻ 8000 രൂപ 10% സാധാരണ പലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കഴിയുമ്പോൾ തുക ഇരട്ടിയാവും? നിങ്ങൾ ആലോചിക്കണം. ആ 8000 രൂപ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പി, 10% എന്ന് പറഞ്ഞാൽ 6. എത്ര വർഷം കഴിയുമ്പോൾ തുക ഇരട്ടിയാവും എന്ന ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഇപ്പം തുക ഇരട്ടിയാവണമെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് ഇരട്ടിയായിട്ട് കാണണമെങ്കിൽ പലിശ അത്ര തന്നെ കിട്ടണം. അതായത് 8000 രൂപ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇത് 16000 രൂപയാവണമെങ്കിൽ 8000 രൂപ പലിശ കിട്ടണം. അപ്പൊ നമ്മുടെ 8000 ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 8000 പലിശ 8000 ചേർന്ന് 16000 രൂപയാവും. അപ്പൊ ഇൻട്രസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അത്ര തന്നെ കിട്ടപ്പോഴാണ് തുക ഇരട്ടിയാവുന്നത്. അപ്പൊ ഇവിടെ I എന്ന് പറഞ്ഞാൽ 8000. ഓക്കെ, അപ്പൊ തുക ഇരട്ടിയാവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. തുക ഇരട്ടിയാവണമെങ്കിൽ തുക എമൗണ്ടാ, അതായത് തിരികെ ലഭിക്കുന്ന തുകയാ. ആ തുകയ്ക്കകത്ത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കാണും. ആ എമൗണ്ട് 16000 ആവണമെങ്കിൽ 8000 രൂപ നമ്മുടെ തുകയാണ്. പിന്നെ ഇൻട്രസ്റ്റ് 8000 കൂടെ കിട്ടിയാൽ മതി. അപ്പോഴാണ് എമൗണ്ട് 16000 ആയിട്ട് മാറുന്നത്. തുക, അതായത് ഇത്ര വർഷം കഴിയപ്പോൾ ഉള്ള തുക 16000 ആയിട്ട് മാറണമെങ്കിൽ 8000 രൂപ കൊണ്ടിടപ്പം ഒരു 8000 രൂപ ഇൻട്രസ്റ്റ് കൂടെ കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് സാധാരണ പലിശയിൽ I കണ്ടെത്താൻ ഇക്വേഷൻ ഉണ്ട്. I is equal to PNR/100. ഇതിനകത്തോട്ട് നമുക്ക് അറിയാവുന്നതൊക്കെ ഇട്ടുകൊടുത്ത് നമ്മുടെ വർഷം കണ്ടുപിടിച്ചാൽ പോരെ. I എന്ന് പറഞ്ഞാൽ 8000, P എന്ന് പറഞ്ഞാലും 8000, N എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, കണ്ടെത്തണം. R എന്ന് പറഞ്ഞാൽ 10 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. ഈ 2 0 ഇവിടുത്തെ 2 0 ആയിട്ട് കട്ട് 800 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. 8000നെ 800 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അപ്പുറത്ത് കിട്ടുന്ന എന്തുവാ? ഈ 800 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുക, ഈക്വൽ സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ ബൈ 800 ആയി. ഇനി അപ്പുറത്ത് N മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ 2 0 ഇവിടുത്തെ 2 0 ആയിട്ട് കട്ട് ചെയ്ത് താഴത്ത് 100 പോയിട്ടുണ്ട്. പിന്നെ ഒരു N-ഉം 800 ഉള്ളു. N × 800, ആ 800 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് N കിട്ടി. ഈ 2 0 കട്ട് ചെയ്ത് പോയി 80/8 എത്ര? 10. അപ്പൊ N കിട്ടി 10 വർഷം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഓപ്ഷൻ സി ഉത്തരം. 7ാമത്തെ ചോദ്യം 8ന്റെ ആദ്യത്തെ 30 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? അപ്പൊ നിങ്ങൾക്ക് 8ന്റെ ഗുണിതങ്ങളൊന്നും എടുക്കാം. 8ന്റെ ആദ്യത്തെ ഗുണിതം ആരാ? 1 8, 2 8 16, 3 8 24, ഇങ്ങനെ പോകും. അങ്ങനെ പോയി 30ാമത്തെ ഗുണിതം ആരാ? 30 ഗുണിതങ്ങൾ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 30ാമത്തെ ഗുണിതം ആരാ? 30 × 8 240.
ഓക്കെ, അപ്പൊ 30ാമത്തെ ഗുണിതം 240 ഇത്രയും ക്ലിയർ ആണ്. അപ്പൊ 8ന്റെ 1ാമത്തെ ഗുണിതം 8ഉം 30ാമത്തെ ഗുണിതം 240. യഥാർത്ഥത്തിൽ ഗുണിതങ്ങളുടെ ശരാശരി കണ്ടെത്താൻ ആദ്യ സംഖ്യ അവസാന സംഖ്യയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അതായത് 8ഉം 240 കൂടെ കൂട്ടുക, പകുതി എടുക്കുക. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പകുതി എടുക്കുക. 240 8ഉം 248 ബൈ 2. 248ന്റെ പകുതി എത്ര? 124. ഓക്കെ, 248ന്റെ പകുതി 126 അല്ലേ? ഓപ്ഷൻ ഡി ഉത്തരം. എപ്പോഴും ഗുണിതങ്ങളുടെ ശരാശരി ശ്രദ്ധിക്കണം. ഗുണിതങ്ങളുടെ ശരാശരി കണ്ടെത്താൻ ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂടെ കണ്ടുപിടിച്ച് കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. എന്ന് വെച്ചാൽ 8ന്റെ ആദ്യം 30 ഗുണിതം എന്ന് പറഞ്ഞാൽ 8ന്റെ 1ാം ഗുണിതം എടുക്കണം 8, 8ന്റെ 30ാം ഗുണിതം എടുക്കണം അവസാന സംഖ്യ 240. ഇത് രണ്ടും കൂടെ കൂട്ടുക 248. അതിന്റെ പകുതി എടുക്കുക, ഉത്തരം 124. ഓക്കെ, ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2. 8ാമത്തെ ക്വസ്റ്റ്യൻ. പ്രിന്റർ എന്ന വാക്കിനെ പ്രിന്റർ NPGLRCP എന്ന് കോഡ് ചെയ്താൽ മൗസ് എന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നതാണ് ക്വസ്റ്റ്യൻ. അത് നോക്കാം. നിങ്ങൾ ആദ്യം ആദ്യത്തെ 2 ലെറ്ററുകൾ നോക്കണം. P 16ാമത്തെ ലെറ്ററാണ്, അതായത് A1 B2 C3 D4 അങ്ങനെ പോകുമ്പോൾ P 16. N 14ാമത്തെ ലെറ്ററാണ്, 16 14ആയി, 2 കുറഞ്ഞു. ഇനി എല്ലാം 2 കുറയുമായിരിക്കും, നമുക്ക് നോക്കാം. R 18ാമത്തെ ലെറ്ററാണ്, P 16, 2 കുറഞ്ഞു. I 9ാമത്തെ ലെറ്ററാണ്, G 7ാമത്തെ ലെറ്റർ, 2 കുറഞ്ഞു. 3 എണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ അതിന്റെ പ്രത്യേകത ആണ്. വേണം ഇനി ലാസ്റ്റും കൂടെ നോക്കിയാൽ മതി. R 18 P 16, 2 കുറഞ്ഞു. അപ്പൊ എല്ലാം 2 കുറയുമായിരിക്കും. നേരെ ഇതിനകത്ത് നിന്ന് എല്ലാം 2 കുറയ്ക്കപ്പോൾ നമ്മുടെ ഉത്തരം. M 13ാമത്തെ ലെറ്ററാണ്, 13ന്ന് 2 പറഞ്ഞാൽ 11, 11ാമത്തെ ലെറ്റർ K. O 15ാമത്തെ ലെറ്ററാണ്, 15ന്ന് 2 പോയാൽ 13, 13ാമത്തെ ലെറ്റർ M. U 21ാമത്തെ ലെറ്ററാണ്, 21ന്ന് 2 പോയാൽ 19, 19ാമത്തെ ലെറ്റർ S. KMS എന്ന് പറയുന്ന ഓപ്ഷൻ 2 എണ്ണം ഉണ്ട്. ഇത് രണ്ടും വിട്ടാ, KMS ഇത് രണ്ടും അല്ല. അടുത്തത് S 19ാമത്തെ ലെറ്ററാണ്, 19ന്ന് 2 പോയാൽ 17, 17ാമത്തെ ലെറ്റർ Q. ഈ 5ാമത്തെ ലെറ്ററാണ്, 5ന്ന് 2 പോയാൽ 3, 3ാമത്തെ ലെറ്റർ C. KMS QC, ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ, എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന്റെ 10 മടങ്ങാണ്. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ്. എന്നാൽ അച്ഛൻ്റെ വയസ്സ് എത്ര? നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ് ഉപയോഗിക്കാം, അങ്ങനെ പലതും ചെയ്യാം. എന്നാലും നമുക്ക് ആദ്യം ഓപ്ഷൻ ഉപയോഗിക്കാം. അച്ഛൻ്റെ വയസ്സാ ചോദ്യം, ശരിയല്ലേ? ഓപ്ഷൻ ഉപയോഗിക്കാൻ നേരത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അച്ഛൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 20ന് മേളിലോട്ടുള്ള ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുത്താൽ. തൽക്കാലം ഈ 10 ഒരിക്കലും അച്ഛൻ്റെ പ്രായമാവത്തില്ല. എന്തായാലും ഇത് ഒഴിവാക്കി കളയാം നമുക്ക് കേട്ടോ. ഈ 40ലും 30ലും ചെക്ക് ചെയ്താൽ മതി. ഏറ്റവും ബെസ്റ്റ് 40ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? 40 ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അച്ഛൻ്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 10 മടങ്ങാണ്. അപ്പൊ അച്ഛനുണ്ട് മകനുണ്ട്, അച്ഛൻ മകൻ. അച്ഛൻ്റെ വയസ്സ് ഞാൻ 40 എന്ന് ചൂസ് ചെയ്യുന്നു, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ മകന്റെ വയസ്സിന്റെ, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 10 മടങ്ങാണ്. എന്നുവെച്ചാൽ മകനെ 10 കൊണ്ട് ഗുണിക്കപ്പോൾ അച്ഛനെ കിട്ടും. അപ്പൊ അച്ഛന്റെ വയസ്സ് 4. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുത്തതാ. ഇനി അവർ പറയുക 10 വർഷം കഴിയുമ്പോൾ, ഇത് പ്രസന്റ് വയസ്സാ, 10 വർഷം കഴിയുമ്പോൾ ഇവർക്ക് ഉറപ്പായിട്ടും 10 വയസ്സ് കൂടും. അതായത് അച്ഛന് 50 വയസ്സിലേക്ക് പോവും, മകന് 14 വയസ്സിലേക്കും പോവും. 10 വർഷം കഴിയപ്പോൾ 10 വർഷം കഴിയപ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ്. ഇതിന്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാന്നാ പറയുന്നത്. അതായത് 14ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? 10 വർഷം കഴിയപ്പോൾ ഉള്ള കഥയാണ് പറയുന്നത്. മകന്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ്. 14ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇരട്ടി, 14ന്റെ ഇരട്ടി 28, 28നേക്കാൾ 6 കൂടുതലാന്നാ പറഞ്ഞേക്കുന്നത്. 34 വയസ്സ്. അച്ഛന് 34 വയസ്സാണോ? അല്ല. അപ്പൊ ഓപ്ഷൻ എയും അല്ല. ഓക്കെ, പിന്നുള്ളത് 30 ആണ്. 30 അതുകൂടെ ചെക്ക് ചെയ്യാം. ഒരെണ്ണത്തെ നമ്മൾ പരാജയപ്പെട്ടു, അത് നമുക്ക് പുറത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത സെന്റൻസ് കൂടെ നോക്കുക. ഫാദർ സണ്ണ്. അപ്പൊ ഫാദറിന്റെ വയസ്സ് 30 വിചാരിക്കുക. ഫസ്റ്റ് സെന്റൻസ് നോക്ക്. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 10 മടങ്ങാണ്. അപ്പം മകൻ എത്ര ആയാലും അതിനെ 10 കൊണ്ട് ഗുണിക്കപ്പോഴേ അച്ഛനെ കിട്ടുന്നത്. അപ്പൊ മകന്റെ വയസ്സ് 3 ആയാലല്ലേ പറ്റൂ. 3നെ 10 കൊണ്ട് ഗുണിക്കപ്പോഴല്ലേ 30 വരുന്നത്. അപ്പൊ പ്രസന്റ് വയസ്സായി. പിന്നെ 10 വർഷം കഴിയുമ്പോൾ, ഇപ്പൊ 10 വർഷം കഴിയുമ്പോൾ 2 പേർക്കും 10 വയസ്സ് കൂടും. അപ്പൊ അച്ഛന് 30 എന്നുള്ളത് 40 ആവും, മകന് 3 എന്നുള്ളത് 6 ആവും. അല്ല സോറി, 3 എന്നുള്ളത് 6 ആവുമല്ലോ അല്ലേ? 3 എന്നുള്ളത് 13 ആവും. 10 വർഷം കഴിയപ്പോഴേ 10 വയസ്സ് കൂടത്തില്ലേ?
ഇനി എന്തോ ഒരു പറയുന്നേ, 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ്. ഇതിന്റെ 2 മടങ്ങ് എടുക്ക്, 13ന്റെ 2 മടങ്ങ് 26, അതിനേക്കാൾ 6 കൂടുതലാണ്. 26 6 32 ആയതേ ഉള്ളൂ. കിട്ടിയില്ല. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. അപ്പൊ പിന്നെ സി 20 ആയിരിക്കും. ഓക്കെ, ചെക്ക് ചെയ്യാം. ഫാദർ സണ്ണ്, അച്ഛന്റെ വയസ്സ് 20, അപ്പൊ മകന്റെ വയസ്സ് 2. ഓക്കെ, 10 വർഷം കഴിയപ്പം അച്ഛന് 30 വയസ്സ്, മകനോ 12 വയസ്സ്. 10 വർഷം കഴിയപ്പോൾ രണ്ടുപേർക്കും 10 വയസ്സ് കൂടും. ഇവിടെയും 10, രണ്ടുപേർക്കും 10 വയസ്സ് കൂടും. ഇപ്പൊ ഇവിടെയും 10 കൂടും, ഇവിടെയും 10 കൂടും. ഇനി 10 വർഷം കഴിയപ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടിയോടൊപ്പം 6 കൂട്ടി അച്ഛനെ കിട്ടുമെന്നാ. 12ന്റെ ഇരട്ടി എത്ര? 24. 24നോടൊപ്പം 6 കൂട്ട് 30, അച്ഛനെ കിട്ടി. അപ്പൊ അച്ഛന്റെ വയസ്സ് 20 വയസ്സ്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ തൽക്കാലം നമ്മളുടെ പ്രഡിക്ഷൻ തെറ്റിപ്പോയെങ്കിലും സാരമില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം, 20 വയസ്സ്. ഇനി നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. അപ്പൊ ഓപ്ഷൻ ഇല്ലാതെ ഇത് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ ഇല്ലാതെ ഞാനൊന്ന് പറഞ്ഞു തരുവാണേ, ശ്രദ്ധിച്ചു കേട്ടോ. ഓപ്ഷൻ ഇല്ലാതെ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്കിവിടെ അച്ഛനും ഉണ്ട് മകനും ഉണ്ട്. ചെറിയ ആൾക്ക് നമുക്ക് എക്സ് ഒന്ന് കൊടുക്കാം. അതായത് മകൻ എക്സ് വയസ്സെന്ന് കൊടുക്കാം. എക്സ് വയസ്സ്, അച്ഛന്റെ വയസ്സ് മകന്റെ 10 മടങ്ങാം. അപ്പം മകന്റെ വയസ്സ് എക്സ് ആവുമ്പോൾ അച്ഛന്റെ വയസ്സ് 10x ആയിരിക്കും. 10x. ഇനി 10 വർഷം കഴിയപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രസന്റ് ആണേ. 10 വർഷം കഴിയപ്പോൾ ഇവിടെ മകനൊരു 10 വയസ്സങ്ങ് കൂടും, എക്സ് പ്ലസ് 10 ആവും. അച്ഛന് ഒരു 10 വയസ്സങ്ങ് കൂടും, 10x പ്ലസ് 10 ആവും. ഓക്കെ, ഇനി അച്ഛനും 10 വയസ്സ് കൂടി, മകനും 10 വയസ്സ് കൂടി 10 വർഷം കഴിയപ്പോൾ. 10 വർഷം കഴിയപ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ്. 10 വർഷം കഴിയപ്പോൾ അച്ഛന്റെ ഈ വയസ്സുണ്ടല്ലോ 10x പ്ലസ് 10 എന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത് മകന്റെ ഇരട്ടിയേക്കാൾ 6 കൂടുതലാണ്. മീൻസ് ഇതിന്റെ ഇരട്ടീനോടൊപ്പം 6 കൂട്ടുന്നതാണ്. ഇതിന്റെ ഇരട്ടി എടുക്കുക, 6 കൂട്ടുക. മകന്റെ ഇരട്ടി എടുക്കുക, 6 കൂട്ടുക. അതായത് ഇവിടെ എക്സും 10ഉം ഉണ്ട്, 2ന്റെ ഇരട്ടി എടുക്കുക. എക്സിന്റെ ഇരട്ടി എത്ര? 2x. 10ന്റെ ഇരട്ടി എത്ര? 20. അപ്പൊ മകന്റെ ഇരട്ടിയായി, എക്സ് പ്ലസ് 10ന്റെ ഇരട്ടിയായി. ഇതിനോടൊപ്പം 6 കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 6 കൂടെ കൂട്ടുക. ഓക്കെ, ഈ 2x ഇപ്പുറത്താക്കുക. ഇവിടെ ഒരു 10x കിടപ്പുണ്ട്. അപ്പൊ 10x, 2x ഇപ്പുറത്ത് വരുമ്പോൾ -2x. ഈ 10നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പൊ 20 6 26 അവിടെ കിടപ്പുണ്ട്. ഈ 10 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -10. ഓക്കെ, 10x ന്ന് 2x പോവുക, അപ്പൊ 8x എന്ന് കിട്ടും. 26 ന്ന് 10 പോവുക, 16 കിട്ടും. അപ്പൊ നമ്മുടെ എക്സിന്റെ വില 16/8 കിട്ടും, 2 വരും. എക്സിന്റെ വില 2. നമ്മുടെ ചോദ്യം എക്സിന്റെ വിലയല്ല, അച്ഛന്റെ വയസ്സാണ്. അച്ഛന്റെ വയസ്സെന്ന് പറഞ്ഞാൽ അച്ഛന്റെ പ്രസന്റ് വയസ്സാ ചോദ്യം. അച്ഛന്റെ പ്രസന്റ് വയസ്സ് 10x ആണ്, 10x. അപ്പൊ 10 × എക്സിന്റെ വില 2 ആണ്. 10 × 2 നമുക്ക് 20 എന്ന് കിട്ടും. അന്നേരം ഓപ്ഷൻ ഉണ്ടോ എന്ന് തപ്പി ഇറങ്ങുക. ഉണ്ട്, ഓപ്ഷൻ സി. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 50% മകനും 30% മകൾക്കും നൽകി. അദ്ദേഹത്തിന്റെ കയ്യിൽ 60,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ മകൾക്ക് കൊടുത്തത് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 50% പുള്ളിക്കാരൻ മകനങ്ങ് നൽകി. ഓക്കെ, പിന്നെ മകൾക്ക് കൊടുത്തത് എത്രയെന്ന് വെച്ചാൽ 30%. അങ്ങനെയാണെങ്കിൽ ടോട്ടലി അയാൾ കൊടുത്തത് 2 മക്കൾക്കും കൂടെ കൊടുത്തത് 80%. അപ്പം അയാൾ 80% കൊടുത്തെങ്കിൽ ബാക്കിയുണ്ടല്ലോ 20%. ആ 20%ആണ് അയാളുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിൽ 60,000 രൂപ ബാക്കിയുണ്ടെന്ന് പറയുന്നുണ്ട്. മീൻസ് അത് 20% അല്ലേ? അപ്പൊ 60,000 രൂപയാണ് 20%. അപ്പൊ 20% 60,000 രൂപയാണെങ്കിൽ മകൾക്ക് കൊടുത്തത് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. മകൾക്ക് കൊടുത്തത് എത്ര? 30%. അപ്പൊ 30% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 20% 60,000 ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ 10% എന്ന് പറഞ്ഞാൽ 30,000. 20%-ത്തിനൂടെ 10% കൂട്ടപ്പോൾ 30% ആവും. മീൻസ് 60,000ന്റെ പകുതിയാ 10%, 30,000. 60 30 90,000. ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അല്ല എങ്കിൽ 20% 60,000 ആണ്, 30% എത്രയാണെന്ന ക്വസ്റ്റ്യൻ. ക്രോസ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ക്രോസ് ചെയ്ത് നിൽക്കുന്ന സാധനമുണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. അതുകൊണ്ട് ഈ വരയുടെ അപ്പുറം ഇപ്പുറം 2 സംഖ്യ ഉണ്ട്. അങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളങ്ങ് ഗുണിച്ചിട്ട് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഹരിച്ചാൽ മതി. ക്രോസ് ചെയ്ത് ഗുണിക്കുക. അതായത് 30ഉം 60,000 കൂടെ ഗുണിക്കുക. എന്നിട്ട് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഹരിക്കുക. ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇതുകൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. ഈ 0 ഈ 0യുടെ കട്ട് 2ഉം 6 കൂടെ കട്ട് ചെയ്യാം, 3 വരും. 3 × 3 9 വരും. അവശേഷിക്കുന്ന 4 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 90,000. അതൊക്കെ നമുക്ക് എപ്പോഴേ കിട്ടിയത് ആണ്. ഓക്കെ, തീർന്നിരിക്കുന്നു. വീണ്ടും കാണാം.